ഇന്ന് കുറെ പരിപാടിയുണ്ട്. മുഴുവൻ ക്യാമ്പയിന് സെറ്റ് ചെയ്യണം കമ്മിറ്റി കൂട്ടിയിട്ട്. ഈ മണിയും പൂഞ്ഞാൽ ഏത് പൂഞ്ഞാറ്റി പോയി കിടക്കുക? നമ്മുടെ സുഗുണന്റെ നോട്ടീസ് മാത്രം കേട്ടാ. പിന്നെ വൈകിട്ട് പിള്ളേരെ അറേഞ്ച് ചെയ്യണം. മുദ്രാക്കി വിളിക്കാനുള്ള നീയേ തിരിച്ചു കൂട്ടി വായിച്ചേ. സുഗുണൻ എന്നാ പറഞ്ഞേ? സുഗുണൻ. നീയേ മുദ്രാക്കം വിളിക്കണ്ട, ചുവരിൽ എഴുതിയാൽ മതി. അത് ഞാനുള്ളപ്പോൾ എഴുതിയാൽ മതി. മനസ്സിലായല്ലോ? ഇത്ര നേരം ഏത് പൂഞ്ഞാറ്റി പോയി കിടക്കുവായിരുന്നു നീ? ഞാനോ? ഇത് നോട്ടീസൊക്കെ അടിക്കണ്ടേ? അടിച്ച് കിട്ടിയോ? ഇല്ല, പൈസ വേണ്ട. കുറെ വീട് കയറാൻ കിടപ്പുണ്ട്. ആദ്യം വലിയ വീട്ടിൽ ജോജിയുടെ വീട് കയറാം. അവിടുന്ന് 3-4 വോട്ട് കിട്ടുന്നു. കിട്ടുമോ? പിന്നെ എന്നാ പോയേക്കാം. അങ്ങോട്ട്. അമ്മേ, ചേച്ചി, ചേട്ടാ, പെങ്ങളെ, അനിയത്തിമാരുണ്ടോ? എന്നെ കാണിക്കുന്നു. ഞാൻ കുമാരി അല്ലടാ, ശ്രീമതിക്കുട്ടി അമ്മ. വന്നപ്പോഴേ കാലു വാരിയോ. ഈ പ്രാവശ്യത്തെ തദ്ദേശ സ്വർണ്ണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഞാൻ നിൽക്കുന്നുണ്ട്. സ്വതന്ത്രനാണ് നിൽക്കുന്നത്. നീയായിരുന്നോ? നിന്നെ പാർട്ടി നിന്നൊക്കെ വിട്ടെന്ന് കേട്ടല്ലോ. തോന്നുന്നു പാർട്ടിയും തരം താഴ്ത്തുക. അതുകൊണ്ട് ഞാനിപ്പോ സ്വന്തമായിട്ട് നിൽക്കാൻ തീരുമാനിച്ചു. അതും സ്വന്തം തീരുമാനപ്രകാരം. അതിന് നീ ജയിക്കുവോടാ? ഇവന്മാരുടെ ഈ ആന്റി ഇൻകംബൻസിയും അണ്ടർ കറന്റും എന്താ അത്? അന്തർധാര. പിന്നെ പറഞ്ഞിപ്പോ സമയമില്ല. ഇതുകൊണ്ടൊന്നും ഈമാർ ഇവിടെ ജയിക്കാൻ പോകുന്നില്ല. പിന്നെ ഈ ത്രികോണ മത്സരം എങ്ങനെയും പൊളിച്ചെടുക്കുക, അതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. അതിലൊരു വിജയമല്ല, മത്സരമാണ് പ്രധാനം. പത്രിക കൊടുക്കുക. പത്രിക ഇത് 2 ഉണ്ടല്ലോ. അതിൽ ഒരെണ്ണം എന്റെ അഭ്യർത്ഥനയും മറ്റേ അനിയന്റെ കല്യാണം കൂടിയാണ്. ഇത് രണ്ടും കൂടെ ഒരു ദിവസമാണ് വരുന്നത്. അതുകൊണ്ട് പിന്നെ വരുന്ന വഴിക്ക് കൊടുത്തേക്കാന്ന് വിചാരിച്ചു. ഞാൻ സമയം ലഭിക്കാലോ. സുഗുണ, ഞാൻ 6 മാസമായി കുടിവെള്ളത്തിന് അപേക്ഷ കൊടുത്തിട്ടെ ഇതുവരെ കുടിവെള്ളം കിട്ടിയിട്ടില്ല. അതിന്റെ 6 മാസം കൊണ്ട് ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. ഞാൻ പുറത്തും പുള്ളി അകത്തുമായിരുന്നു. ഇവിടെ പറഞ്ഞു റോഡ് മുഴുവൻ ചെളിയാണ്. വണ്ടി എടുത്തുകൊണ്ട് ഇറക്കാൻ പറ്റുന്നില്ല. ചെളിയോ? കൊച്ചുവനാണെ ജോലിയില്ല. ജോലിയില്ലേ? എന്താ ഇലക്ഷൻ നിൽക്കാൻ മേലായിരുന്നു. ഞങ്ങളങ്ങനെയല്ല. മോനെ, ഇതിനകത്ത് ചിഹ്നമില്ലല്ലോ. അയ്യോ, നമുക്ക് ചിഹ്നമില്ല. നമ്മുടെ ചിഹ്നം നോട്ടയാണ്. ഓരോ വോട്ടും നോട്ടയ്ക്ക്. അപ്പോൾ 9ാം വാർഡിലെ ശ്രീമതിക്കുട്ടി ചേച്ചിയുടെ വോട്ട് നോട്ടയ്ക്ക് തന്നെ ചെയ്യണം. ഇത് 9 അല്ല, 10ാം വാർഡാണ്. ആ സാരമില്ല, 10ാം വാർഡിലെ ആരെങ്കിലും കാണുവാണെങ്കിൽ പറഞ്ഞാൽ മതി. എടാ രമേശേ, ഞാൻ വലിയ വീട്ടിൽ ജോജിയുടെ വീട്ടിലുണ്ട്. സൽസ്വഭാവിയും സൽഗുണ സമ്പന്നമായ വലിയ വീട്ടിൽ ജോജി. ഇപ്പൊ 10 അടിച്ച് 10 ഹൈ 20 അടിക്കട്ടാ. അല്ല മച്ചി. ശരി ശരി, ഞാൻ ഇവിടെ പറഞ്ഞോ, വിളിക്കാം. നമ്മുടെ രമേശനാ, ഞാൻ ഫ്ലക്സ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അമ്മച്ചി പറഞ്ഞ 20 ആക്കിയിട്ടുണ്ട്. അതെന്തായാലും നന്നായി. എന്താവശ്യം ഉണ്ടെങ്കിലും സുഗുണനുണ്ടാവും. സുഗുണനുണ്ടല്ലോ, അത് മതി. 1000 രൂപ കൈ കാണുമോ ഫ്ലെക്സ് അടിക്കാനായിരുന്നു? അയ്യോ, എന്റെ ഇല്ല. അല്ല, അപ്പൊ ആദ്യം കണ്ടപ്പോ ഇച്ചിരി പൈസ ആയിട്ട് വന്നല്ലോ. ഞാൻ വിചാരിച്ചു നിങ്ങൾ ഭിക്ഷക്കാരാണെന്ന്. ഏതായാലും ഞങ്ങൾ അങ്ങനൊക്കെ തന്നെയാ. കൊണ്ടുവന്നല്ലേ തന്നേരം. അപ്പൊ മറക്കണ്ട, വോട്ട് ഫോർ സുഗുണൻ, വോട്ട് ഫോർ നോട്ട. സുഗുണ, നീ ജയിച്ചു പറഞ്ഞേ. അതെ, ആ നോട്ടീസ് ഒന്ന് തരാമോ? ഒരെണ്ണം അച്ചടിച്ചോളൂ. കല്യാണക്കുറിയില്ല, നോട്ടീസ്. അത് മറ്റവനടിച്ച. ശരിയേ.